ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ നേവിയുടെ INS കാബ്ര എന്ന കപ്പലിന് സമീപത്താണ്. ഇന്ത്യൻ നേവിയുടെ ഒരു ഫാസ്റ്റ് ജെറ്റ് ക്രാഫ്റ്റ് ആണ് ഈ INS കാബ്ര. നിലവിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് എത്തിയിരിക്കുന്ന INS കാബ്ര പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരം ഇവിടെ ഇന്ത്യൻ നേവി ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ INS കാബ്ര എന്ന് പറയുന്ന കപ്പൽ സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നാവികസേനാ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ജനുവരി 4-5 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് ഇത് സന്ദർശിക്കാനുള്ള അവസരം ഇന്ത്യൻ നേവി ഒരുക്കിയിരിക്കുന്നത്. INS കാബ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2011 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഇത് വളരെ വേഗത്തിൽ, അതായത് ഉദ്ദേശം 35 നോട്ടിക്കൽ മൈൽ പെർ ഹവർ ദൂരത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കപ്പലാണ്. ഇതിന്റെ ജലനിരപ്പിൽ നിന്നുള്ള ഇതിന്റെ താഴേക്കുള്ള ദൂരം ഉദ്ദേശം 2 മീറ്റർ മാത്രമായതിനാൽ വളരെ ഇടുങ്ങിയ പാതകളിലൂടെ പോലും ഇതിന് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് നാവികസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. സാധാരണ മറ്റു വലിയ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പ്രദേശം എന്തെങ്കിലും തരത്തിലുള്ള അപായ സൂചനകൾ ലഭ്യമാണെങ്കിൽ ആ പ്രദേശം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് INS കാബ്ര എന്ന ഈ കപ്പൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ കാണുന്നത് ഇവിടെ INS കാബ്ര എന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലിനകത്തേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. പൊതുജനങ്ങൾ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇവിടെ പ്രേക്ഷകർക്ക് ദൃശ്യത്തിൽ കാണാം, ഇവിടെ കപ്പലിന്റെ മുൻവശത്ത് ഇവിടെ നേവിയുടെ ആയുധങ്ങളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം വിധത്തിൽപ്പെട്ട ആയുധങ്ങളുണ്ട്, അവ എപ്രകാരമാണ് അത് നേവിയുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത് എപ്രകാരമാണ് സഹായകമാകുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നേവൽ ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കപ്പലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെ നിലവിൽ പൊതുജനങ്ങൾക്ക് ഈ കപ്പലിന്റെ സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച്, അതായത് സേഫ്റ്റി എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ എപ്രകാരമാണ് ഈ കടലിൽ നിന്ന് ഈ കപ്പൽ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിൽക്കുന്നത് INS കാബ്ര എന്ന കപ്പലിന്റെ ബ്രിഡ്ജ് റൂമിലാണ്. അതായത് ബ്രിഡ്ജ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് കപ്പലിന്റെ നാവിഗേഷൻ, കപ്പൽ എങ്ങോട്ട് സഞ്ചരിക്കണം. മാത്രമല്ല ഇപ്പം INS കാബ്ര പോലുള്ള കപ്പലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വലിയ കപ്പലുകൾക്ക് ബ്രിഡ്ജ് റൂമും ഓപ്പറേഷൻ റൂമും രണ്ടായിരിക്കും. പക്ഷേ INS കാബ്ര പോലെയുള്ള കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് ബ്രിഡ്ജ് റൂമും ഓപ്പറേഷൻ റൂമും ഒന്ന് തന്നെയാണ്. നിലവിൽ ഇവിടെ കപ്പൽ എഞ്ചിനീയറിംഗ് ഓഫീസർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വളണ്ടിയർ ആയിട്ട് ചില NCC സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കപ്പലിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Indian Navy and Kerala State Government engage and cooperate at various levels towards ensuring coastal security. Towards this, an important aspect of Indian Navy is that we constantly endeavor to engage with the local population to motivate them and the fishing community, who are supposed to be our eyes and ears and an important part of our security construct. Therefore, it becomes important for us to work towards enhancing maritime consciousness of the people of Kerala and the fishing community, as also to instill confidence in them about the capabilities of the Indian Navy. This visit of Indian naval ship Kabra is part of our outreach towards the people of Kerala, as Kerala is an extremely important maritime state. We thank the state administration for conceptualizing and planning this grand event and inviting us to contribute to it. Thank you. Jai Hind. ഇന്ത്യൻ നാവികസേനയുടെ കാർ നിക്കോബാർ ക്ലാസ് പെട്രോളിംഗ് കപ്പലിന്റെ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആണ് INS കാബ്ര. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഒരു ദ്വീപിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള 14 കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയുടെ പക്കലുള്ളത്. ഇത് നിലവിൽ കൊച്ചിയിലെ സതേൺ റെജിമെന്റ് ഓഫ് കമാൻഡിന്റെ കീഴിലുള്ളതാണ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. തീരസുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിലവിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കാനാകും എന്നതാണ് ഈ കപ്പലിന്റെ പ്രത്യേകത. മണിക്കൂറിൽ ഉദ്ദേശം 35 നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് ഈ കപ്പലിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി സാധിക്കുക. നിലവിൽ തീരസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കപ്പൽ ഉപയോഗിക്കുന്നത്. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.